38 ദിവസം അവിടെ വന്നിട്ട് 2 കാര്യങ്ങളാണ് ഇയാൾ ചെയ്തിട്ടുണ്ടാവുക. ഒന്ന്, താടി വളർത്തി. അതൊരു സാഡ് ഫിഗർ ആകാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ കാണുമ്പോൾ അയ്യോ പാവം എന്ന് തോന്നണം. മുടി വെട്ടിയില്ല. രണ്ടാമത്തേത് ഈ പറയുന്ന സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക, പരമാവധി പരാതികൾ വരാതെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിലൊരു പാതി വിജയം കണ്ടിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസമാണ് ഈ ഇറങ്ങി നടപ്പിൻ്റെ ഒക്കെ ഒരു കാര്യം. പക്ഷേ അപ്പോഴും അയാൾക്കാണല്ലോ ഇതിൻ്റെ ഗ്രാവിറ്റി അറിയുക, ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു, ആരോടൊക്കെ എന്തൊക്കെ ചെയ്തു എന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വിജയം ഉണ്ടായിട്ടുമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇത് ആസൂത്രണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ വിചാരിക്കുന്നത് ഇയാൾ ഇറങ്ങി നടന്നാൽ, ഇപ്പം നമ്മുടെ നടക്കുള്ള ക്യാമറകൾ എല്ലാ ദിവസവും ഇങ്ങനൊരു വിവാദവും പ്രശ്നമൊക്കെ ഉണ്ടായാലും എല്ലാ ദിവസവും പിന്തുടരും അയാളെ. ക്യാമറകളിൽ ഇയാൾ പെടും, മനുഷ്യരോട് സംസാരിക്കുക. കേരളത്തിലൊരു മനുഷ്യനും ഒരാൾ വന്നിട്ട്, ഒരു രാഷ്ട്രീയക്കാരനോ ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ വന്നിട്ട് എന്ത് കുഴപ്പത്തിലെങ്കിലും പൊട്ടോട്ടെ, അയാൾ വന്നിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ചിരിക്കാതിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ബെന്നി ബെഹനാനോ അല്ല മറ്റൊരാളോ വന്നു കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ DCC പ്രസിഡന്റ് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ എന്ത് ചെയ്യും, കൈ കൊടുക്കണ്ടേ. പിന്നെ ഒരാൾ ഇപ്പം രാഹുൽ വന്നിട്ട് ഒരാളോട് നിന്ന് ചിരിക്കുമ്പോൾ, അങ്ങോട്ട് ചിരിക്കുമ്പോൾ ഇയാൾക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അത് ക്യാമറകളിൽ പരമാവധിപ്പെടുത്തുക. എന്നിട്ട് ഇതിനെ ഒരു സാധാരണീകരിക്കാനുള്ള ശ്രമമായിരിക്കും ഇവരുടെ അടുത്ത സ്ട്രാറ്റജി. 38 ദിവസം ഇരുന്നു, താടി നീട്ടി, സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പരമാവധി ആളുകൾ ശ്രമിച്ചു. ഇതിലെല്ലാം താടി കുറച്ച് പാതി വിജയിച്ചിട്ടുണ്ട്, താടി. അതുപോലെ ഈ സംസാരിക്കുന്നതിൽ പാതി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ക്യാമറകളിൽ പരമാവധി പകർത്തിയിട്ട് ക്യാമറകൾ എല്ലാ ദിവസം പിന്തുടരുമ്പോൾ അതിനെ സാധാരണീകരിക്കാനാണ് ശ്രമിക്കുക. പക്ഷേ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് ഒന്ന് കേരളമാണല്ലോ, ഇത് ഇത്രയും ഗുരുതരമായുള്ളൊരു സംഭവം ഉണ്ടായിട്ട് ഇത് പൂർണ്ണമായിട്ട് സെറ്റിൽ ചെയ്യാൻ അയാൾക്ക് പറ്റും. അതായത് എന്നാണോ അയാൾ ശക്തനായിട്ട്, അല്ലെങ്കിൽ ഹൂ കേസ് എന്നൊരു തവണ കൂടെ പറയുന്നത്, അന്ന് ഈ അപമാനിതരായിട്ടുള്ള ആളുകൾ അന്ന് വരില്ലേ തിരിച്ച്. ഈ ആളുകൾ ഞാൻ കേട്ടതാണ്, ഞാൻ കണ്ടതാണ് ഈ തെളിവുകൾ. അപ്പോൾ ഈ തെളിവുകൾ എക്കാലത്തും എത്ര സെറ്റിൽ ചെയ്താലും അങ്ങനെ ഇരിക്കുന്നതാണോ ഇയാൾ വിചാരിക്കുന്നത്? അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം, ഈ സാധാരണക്കാരായ മനുഷ്യർ, ഇയാൾ മുന്നിൽ വന്ന് ചിരിക്കുമ്പോൾ പോലും ആ സാധാരണക്കാരായ മനുഷ്യർക്കുള്ളിൽ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ടായിട്ടുണ്ടാകും. കോൺഗ്രസ്സുകാർക്കും CPM-കാർക്കും BJP-കാർക്കും അവരൊന്നും അല്ലാത്ത കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾക്കകത്ത് തന്നെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ടാകും. നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു മാധ്യമം എഴുതി കാണിച്ചതെന്ന് വെച്ചാൽ എന്താണ്, ചേർത്ത് പിടിച്ച് കോൺഗ്രസ് എന്നാണ്, മാറിപ്പോയതോ മറ്റോ ആണ്. ചേർത്ത് പിടിച്ച് ബെന്നി ബെഹനാൻ ചേർത്ത് പിടിച്ചപ്പോൾ കോൺഗ്രസ് എന്ന് മാറി എഴുതി. എവിടെയാണ് കോൺഗ്രസ് ചേർത്ത് പിടിക്കുന്നത്? കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനമല്ലേ. VD സതീശനെ എതിർപ്പ് വല്ലപ്പോഴും പിൻവലിച്ചിട്ടുണ്ടോ? എത്ര നേതാക്കൾ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നുണ്ട്? അവരെല്ലാം ഇയാളെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഇതിപ്പോൾ ഇയാളുടെ മാത്രം, അല്ലെങ്കിൽ ഇയാളുടെ പിന്നിലുള്ള ആളുകളുടെ മാത്രം ഒരു ഉദ്ദേശമാണ്, ഒരു അവർ ശ്രമിക്കുകയാണ്, പരമാവധി ശ്രമിക്കുകയാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു വിഷയം ഉണ്ടാകും. ഇതിനകത്ത് ബിനിൽ പറഞ്ഞു തുടങ്ങിയ ആ കാര്യമാണ്, അതായത് BJP-യും CPM-ഉം ശ്രദ്ധിച്ചാണ് ഇവിടുന്ന്. അതായത് ഇനി അവരുടെ ബഹളം കൊണ്ട് കയറിയിട്ട് പിന്നെ ഇയാൾ ആളായി പോകണ്ട എന്നുള്ളൊരു ജാഗ്രത അവരുടെ പരിപാടികളൊക്കെ ഉണ്ട്. നാളെ മുതലും ഇയാൾ ഇറങ്ങി നടക്കാനാണ് സാധ്യത.